Good morning and welcome to BizPol Learning. So ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SCC ആൻഡ് SMC അതേപോലെ തന്നെ ലോങ് റൺ കോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മൈക്രോയിൽ തന്നെ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. കോസ്റ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പല തരത്തിലുള്ള കോസ്റ്റ് കണ്ടു. അതായത് മെയിൻലി നമുക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതിനെല്ലാം നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് ടു കോസ്റ്റ് കോൺസെപ്റ്റ്സ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ആവറേജ് കോൺസെപ്റ്റ്സുകൾ നമുക്ക് കിട്ടുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ കോസ്റ്റ് എത്രയാണോ ഇൻക്രീ ചെയ്തേക്കുന്നത്, ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര അഡീഷണൽ കോസ്റ്റ് ആണോ ഇൻക്രീ ചെയ്തത് അതിനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. മാർജിനൽ കോസ്റ്റ് MC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി കോസ്റ്റ് കോൺസെപ്റ്റ്സിനെ ലോങ് റൺ കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് പീരീഡിൽ അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ആണ് ഷോർട്ട് റൺ കോസ്റ്റ്. ആൻഡ് അതിന് മുമ്പ് എന്താണ് ഷോർട്ട് റൺ ലോങ് റൺ എന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുന്നുണ്ട്. അതായത് ഷോർട്ട് റൺ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, നമ്മൾ വേരിയബിൾസ്, ഒരു സർട്ടൻ വേരിയബിൾസ് നമ്മൾ ഫിക്സഡ് ആയിട്ട് വയ്ക്കുകയാണ്. ഫാക്ടേഴ്സ് ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള വേരിയബിൾസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു ഫാക്ടർ ഫിക്സഡും മറ്റൊരു ഫാക്ടർ വേരിയബിൾ ആയിട്ട് വയ്ക്കും. ബിക്കോസ് ഷോർട്ട് പീരീഡ് ആണ്. അപ്പോൾ ഷോർട്ട് പീരീഡിൽ എല്ലാം വേരി ചെയ്യാനായിട്ടുള്ള ടൈം പീരീഡ് ഇല്ല. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഇല്ലാത്തത് കൊണ്ട് വി ആർ കീപ്പിംഗ് സം ഫാക്ടേഴ്സ് ആസ് ഫിക്സഡ് ആൻഡ് സം ഫാക്ടേഴ്സ് ആസ് വേരിയബിൾ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു പീരീഡിനാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. വേറെ ലോങ് റൺ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, എല്ലാ വേരിയബിൾസും അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരി ചെയ്യുന്ന ഒരു പീരീഡാണ് ലോങ് റൺ. ബിക്കോസ് ഇനഫ് ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിലോട്ട് എല്ലാം തന്നെ വേരി ചെയ്യും. നത്തിങ് ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് കെയ്ൻസ് പറയുന്നുണ്ട് ഓൾ ആർ ഡെഡ് ഇൻ ദി ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇൻ ദ ലോങ് റൺ ഓൾ ആർ ഡെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോങ് റൺ എന്ന് പറയുമ്പോഴേക്കും എല്ലാം തന്നെ വേരി ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് റണ്ണിൽ എല്ലാ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും വേരി ചെയ്യണത്. ഷോർട്ട് റണ്ണിൽ വി ആർ കൺസിഡറിങ് ബോത്ത് ഫിക്സഡ് വേരിയബിൾ ആൻഡ് വേരിയിങ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇത് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് രണ്ടും എന്താണ്, യു ഷേപ്പ് കർവ്സ് ആണ്. നമ്മൾ പ്രോഡക്റ്റ് പഠിച്ചപ്പോഴേക്കും ഓർക്കുന്നുണ്ടോ, നമ്മൾ ഇതേപോലെ തന്നെ ഒരു കർവിൻ്റെ ഡിസ്കഷൻ ചെയ്തായിരുന്നു. ദാറ്റ് വാസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് ഇൻവേർട്ടഡ് യു ഷേപ്പ് ആയിട്ടുള്ളൊരു കർവ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് ഓർക്കുന്നുണ്ടോ? ഈ ഒരു സെയിം മോഡൽ തന്നെയായിരുന്നു, പക്ഷെ എന്താണ്, ഇത് യു ഷേപ്പ് ആണ്, മറ്റേത് എന്താണ്, ഇൻവേർട്ടഡ് യു ഷേപ്പ് ആയിരുന്നു. അപ്പോൾ ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ് ആയിരുന്നു. ഇവിടെ നമ്മൾ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇനീഷ്യലി രണ്ടും എന്താണ്, ഇനീഷ്യലി ഡിക്ലൈൻ ചെയ്തിട്ട് പിന്നെ ഒരു പോയിന്റിന് ശേഷം രണ്ട് കർവും റൈസ് ചെയ്യണത് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ MC കർവ് നോക്കുവാണെങ്കിൽ, MC കർവ് എന്ന് പറയുന്നത് ഈ ഒരു കർവാണ് MC കർവ് എന്ന് പറയുന്നത്. അപ്പോൾ MC കർവ് നോക്കുവാണെങ്കിൽ ഇനീഷ്യലി ഫാളിംഗ് ആണ് ആൻഡ് ഇത് AC-നെ ഇൻ്റർസെക്റ്റ് ചെയ്ത് എന്താ പറയുക, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇൻക്രീസിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഇൻ്റർസെക്റ്റിംഗ് വിത്ത് AC. ആ AC-നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ AC ആൻഡ് MC ഈസ് ബിക്കമിങ് ഈക്വൽ ആകുന്നുണ്ട്. അതേപോലെ തന്നെ AC-യുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ഈ ഇൻ്റർസെക്ഷൻ പോകുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ MP ആൻഡ് AP-യുടെ കാര്യത്തിൽ, ഓർക്കുന്നുണ്ടോ? അതായത് AP കർവിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴാണ് MP വന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓർക്കുന്നില്ലേ? MP ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും AP ആൻഡ് MP ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. സോ ഐ എം നോട്ട് കൺഫ്യൂസിങ് എനിത്തിങ്. ഇനിയിപ്പോൾ അത് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ ടൈം കിട്ടുമ്പോഴേക്കും ആ ഒരു സെഷൻ പോയി നോക്കിയാൽ മതി. ഇത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ യു ഷേപ്പ് ആണ്, മറ്റേത് ഇൻവേർട്ടഡ് യു ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ എന്താണ്,
എ സി ആൻഡ് എം സി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ എസ് എം സി ഈസ് ഈക്വൽ ടു എസ് എ സി വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റിൽ എന്താണ് എ സിയുടെ മിനിമം പോയിന്റ് ആണ്, ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് എം സി കട്ട് ചെയ്യുന്നത്. എം സി കർവ് എ സിനെ കട്ട് ചെയ്യുന്നത് എ സിയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് എം സി കർവ് എ സിനെ കട്ട് ചെയ്യുന്നത്. ആൻഡ് ഇനീഷ്യലി എന്താണ് എ സി ഫോൾ ചെയ്യുന്നുണ്ട്. എ സി ഫോൾസ്, എം സി ഈസ് ബിലോ എ സി. എ സി ഫോൾ ചെയ്യുന്ന ടൈമിൽ ആസ് ലോങ് ആസ് എ സി ഈസ് ഫോളിങ്, ഈ ഒരു പോയിന്റ് വരെ പോയിന്റ് പി വരെ എ സി ഫോൾ ചെയ്യാണ്. ആ എ സി ഫോൾ ചെയ്യുന്നത് വരെ എം സി എവിടെയാണ്? എം സി എ സിയുടെ താഴെയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? എം സി കർവ് എ സി കർവിന്റെ താഴെയായിട്ടാണ്. ആസ് ലോങ് ആസ് എം സി കട്ട് ചെയ്യുന്നത് വരെ, എം സി കട്ട് ചെയ്യുന്നത് വരെ എന്താണ് എം സി കർവ് എ സിയുടെ താഴെയാണ്. വൺസ് എം സി ഹാസ് ക്രോസ് ദി എ സി, എന്ത് സംഭവിക്കും? എ സി കർവ് ഇസ് ബിലോ എം സി കർവ് അല്ലെ? അതിനുശേഷം എന്ത് സംഭവിക്കും? ബിലോ ആണെങ്കിലും ആ പോയിന്റ്, ആ കട്ട് ചെയ്ത പോയിന്റ് തൊട്ടിട്ട് എ സി വിൽ സ്റ്റാർട്ട് റൈസിങ്. ആ കട്ട് ചെയ്യുന്ന വരെ എന്താണ് എ സി ഈസ് ഫോളിങ് ആണ്. ഓക്കെ, ഈ ഒരു നേച്ചർ ഇത് ഫോളിങ് ആണ്. അപ് ടു പോയിന്റ് പി വരെ എ സി ഫോൾ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? കട്ട് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് എ സി ഈസ് റൈസിങ്. അപ്പോൾ വെൻ എ സി ഫോൾസ് എം സി ഈസ് ബിലോ എ സി. എ സി ഫോൾ ചെയ്യുമ്പോഴേക്കും എം സി ബിലോ എ സി ആയിരിക്കും. വെൻ എ സി റൈസസ്, എ സി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എം സി ഈസ് അബവ് എ സി. ആൻഡ് ഈ എ സി എം സി കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എ സിയുടെ ഏറ്റവും മിനിമം പോയിന്റിലാണ് എം സി കട്ട് ചെയ്യുന്നത്. അവിടെ എ സി ആൻഡ് എം സി ഈക്വൽ ആവുകയാണ്. ഓക്കെ, ഇതാണ് മൂന്ന് റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്യുന്നത്, എ സി ആൻഡ് എം സിയുടെ മൂന്ന് റിലേഷൻഷിപ്പ്. ഇത് മിക്കപ്പോഴും ഷോർട്ട് എസ്സേക്ക് ചോദിക്കാറുണ്ട്. ഷോർട്ട് എസ്സേയിൽ സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സി ആൻഡ് എം സി. ചിലപ്പോൾ ജസ്റ്റ് എ സി ആൻഡ് എം സി ആയിരിക്കും. ഷോർട്ട് റൺ എസ് എ സി എസ് എം സി എന്ന് ചോദിക്കത്തില്ല, സിംപ്ലി എ സി ആൻഡ് എം സി എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി ഷോർട്ട് റൺ എ സി, ഷോർട്ട് റൺ എം സി എന്ന് പറയുന്നതേ ഉള്ളൂ. അതല്ലാണ്ട് ഈ സെയിം ഇത് തന്നെയാണ് യൂഷ്വൽ എ സി ആൻഡ് എം സിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സി ആൻഡ് എം സി. അപ്പോൾ ക്ലിയർലി നിങ്ങൾ ഒന്നും കൂടി ഇത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഓൾവേസ് വരച്ചു പഠിക്കുക. ഇത് വരച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഷോർട്ട് എസ് ആണെങ്കിൽ പോലും, ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണെങ്കിൽ പോലും ഡയഗ്രാംസ് വരയ്ക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പ് ക്വസ്റ്റൻ വരുമ്പോഴേക്കും ഓൾവേസ് ഡ്രോ ദി ഡയഗ്രാം അലോങ് വിത്ത് ദി എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഡയഗ്രാം കൂടെ വരയ്ക്കുവാണെങ്കിൽ. നെക്സ്റ്റ് വൺ ഈസ് നമുക്കൊരു ടാബ്ലോ റെപ്രസെൻറ്റേഷൻ. നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചേക്കുന്ന എല്ലാ കേർവ്സിൻ്റെയും കൂടിയുള്ളൊരു ഷെഡ്യൂളാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് വന്നിട്ട് 1 to 6 വരെയുള്ള ഔട്ട്പുട്ടാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ദെൻ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു സമ്മേഷൻ ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈ ഫസ്റ്റ് 2 കോളംസ് മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, ഔട്ട്പുട്ടും ടോട്ടൽ കോസ്റ്റും. ഈ ഔട്ട്പുട്ടും ടോട്ടൽ കോസ്റ്റും ടി എഫ് സിയും തന്നിട്ടാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഫോം എന്ന് പറയുന്നത് 150 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. Now based on the given schedule calculate the rest of the cost curves എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 150 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ് ടു യൂണിറ്റ് 6 വരെ 150 തന്നെ മെൻഷൻ ചെയ്യാം. ദെൻ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ടി വി സി കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടി ഡിഡക്ട് ചെയ്യുമ്പോഴേക്കും വി വിൽ ബി ഗെറ്റിംഗ് ടി വി സി. ദെൻ എ സി കാണാനായിട്ട് എങ്ങനെയാണ്? എ സി കാണുന്നത് നമ്മൾ ടി സി ഡിവൈഡഡ് ബൈ ക്യൂ. ഔട്ട്പുട്ടിനെ നമ്മൾ ടി സി വെച്ചിട്ട്, ടി സിനെ നമ്മൾ ഔട്ട്പുട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും വിൽ ബി ഗെറ്റിംഗ് ആവറേജ് കോസ്റ്റ് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താണ്? എ എഫ് സി ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ടി എഫ് സി ഉണ്ട്. അപ്പോൾ ടി എഫ് സിനെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും വിൽ ബി ഗെറ്റിംഗ് എ എഫ് സി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഓക്കെ, നൗ നെക്സ്റ്റ് എന്താണ്? എ വി സി. അപ്പോൾ എ വി സിനെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ടി വി സിനെ ഔട്ട്പുട്ട് ആയിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ടി വി സിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എ വി സി കിട്ടും. ഓക്കെ, ദെൻ എം സി. എം സി എന്ന് പറഞ്ഞാൽ എന്താണ്? എം സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ടി സി. അതായത് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതായത് എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് ആണ് ഇൻകർ ചെയ്തത് എന്നുള്ളതാണ് എം സി എന്ന് പറയുന്നത്.
അപ്പൊ എം സി കിട്ടാനായിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? ടി സി ആണ് നമ്മൾ നോക്കുന്നത്. എം സി ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ ടി സി കർവ്. ടി സി. അപ്പോൾ എക്സ്ട്രാ നമ്മളിപ്പോൾ ഒരു 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ അയക്കണത് എത്രയാ? 150 റുപ്പീസ് ആണ് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അയക്കണത്. ദെൻ 2 യൂണിറ്റ് എക്സ്ട്രാ ഒരു 1 മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് അയക്കണത്? ഈ 300 നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അതായത് 420 നിന്ന് 300 മൈനസ് ചെയ്യാം. സോ വിൽ ബി ഗെറ്റിംഗ് 120. ദെൻ അഗെയിൻ ഒരു തേർഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര അഡീഷണൽ, അതായത് 420 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ദെൻ 420 ആണ് നമ്മുടെ കോസ്റ്റ്. നൗ 600 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത്. തേർഡ് യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ട് 600 ആണ്. അപ്പം നമുക്കിവിടെ 420യിൽ നിന്ന് എത്ര അഡീഷണൽ കോസ്റ്റ് ആണ് അയക്കുന്നത്? ഒരു തേർഡ് യൂണിറ്റിലോട്ട് നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, തേർഡ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ എത്ര കോസ്റ്റ് ആയി? അപ്പോൾ 600 മൈനസ് 480 ചെയ്യുമ്പോഴേക്കും നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇത് ഡെൽറ്റ ടി സി ബൈ ക്യൂ ചെയ്താലും മതി. ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ. ഈ ഔട്ട്പുട്ടിലെ ചേഞ്ച്, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് ചെയ്താലും നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടും. അപ്പം ഇതും എന്താ പറയുക, എസ് എക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് കേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, കംപ്ലീറ്റ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദി കോസ്റ്റ് കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും കോമൺ ആയിട്ട് മെയിൻ എക്സാമിനാണെങ്കിലും ടെർമിനൽ എക്സാമിനാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദി കോസ്റ്റ് കർവ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോർമുലാസ് ക്ലിയർ ആണ്, കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മാത്സ്, അതായത് ഒരു മാത്തമാറ്റിക്കൽ കണ്ടന്റ് പോലെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഫെമിലറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ എ സി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാണ്ടൊക്കെ പോകുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നതെന്ന് പറയുന്നത് എ സി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ TFC ഡിവൈഡഡ് ബൈ ക്യൂ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ മിസ്റ്റേക്ക് ആവും. അപ്പോൾ അതല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ആവും. മാക്സിമം ഡയഗ്രാംസും അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും എക്കണോമിക്സിൽ. ഓക്കെ, സോ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് കർവും കൂടി നോക്കാം. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ ഈ ഒരു കോസ്റ്റ് കർവ്സിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും കർവ്സ് ആണ് വരുന്നത്. SMC, SAC, SVC ആൻഡ് SFC. ഓക്കെ, അതായത് SATC എന്ന് പറയുന്നതാണ് ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് കർവ്, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവ് എന്നും പറയാം. ഇപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഷോർട്ട് റൺ ആണെങ്കിലും നോർമൽ ആണെങ്കിലും രണ്ടും സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കേർവ്സ് വരയ്ക്കണതിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നീമിങ് ചെയ്യണതിനുള്ള ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ആവറേജ് കോസ്റ്റ് കർവ് ആണ്, ഇത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ആണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ആണ്, ദെൻ ദിസ് ഈസ് മാർജിനൽ കോസ്റ്റ് കർവ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് എന്തായിരുന്നു? മാർജിനൽ കോസ്റ്റും അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റും ആണ് നമ്മൾ വരച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റ് കർവും ഉണ്ട്. ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇനീഷ്യലി കണ്ടത്. ആവറേജ് കോസ്റ്റും അതേപോലെ തന്നെ ആവറേജ് മാർജിനൽ കോസ്റ്റും. ഓക്കെ, ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർവ് എന്ന് വരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആവറേജ് കോസ്റ്റ് യു ഷേപ്പ് ആണ്, ആൻഡ് അതേപോലെ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റും യു ഷേപ്പ് ആണ്. ആൻഡ് ഇത് രണ്ടിൻ്റെയും ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് വരും. നമ്മൾ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, ഇനീഷ്യലി ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദി ആവറേജ് കോസ്റ്റ് കർവ്. ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കണം. SATC അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കുക. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരയ്ക്കുക. ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരയ്ക്കുമ്പോഴേക്കും ഇനീഷ്യലി ഇവിടെയുള്ള ഗ്യാപ്പ് കൂടുതലും ആൻഡ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും വെൻ ദി കോസ്റ്റ് കർവ് സ്റ്റാർട്ട്സ് റൈസിങ് അതിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിട്ടാണ്, അതായത് ആസ് ആൻഡ് വെൻ ഫോൾ ചെയ്യുമ്പോഴേക്കും രണ്ടിലും ഗ്യാപ്പ് ഉണ്ടാവും. ആൻഡ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് റൈസിങ് ഈ രണ്ടിൻ്റെയും ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് വരും. ബട്ട് ഇറ്റ് വിൽ നെവർ ഇൻറ്റർസെക്റ്റ് ചെയ്യത്തില്ല, അത് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് നമുക്ക് MCR. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് വരയ്ക്കേണ്ടത്.
ആൻഡ് മാർജിനൽ കോസ്റ്റ് വരയ്ക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഫോളിങ് ആയിരിക്കും ആൻഡ് ഇത് റൈസിങ് ആവുന്ന പോയിന്റ് റൈസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ എം സി കർവ് രണ്ട് കോസ്റ്റ് കർവിനെയും ഇന്റർസെക്ട് ചെയ്യും. ആവറേജ് കോസ്റ്റ് കർവിനെയും ഇന്റർസെക്ട് ചെയ്യും, ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ ഇന്റർസെക്ട് ചെയ്യും. ആൻഡ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കോസ്റ്റിന്റെയും ഏറ്റവും മിനിമം പോയിന്റിലാണ് ഇന്റർസെക്ഷൻ വരുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമം പോയിന്റും അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റും ഇത് രണ്ടിന്റെ മിനിമം പോയിന്റിലൂടെ വേണം എം സി കർവ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവാനായിട്ട്. ഓക്കെ, ഇത് വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് വരത്തുള്ളൂ. മാക്സിമം വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം വരയ്ക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പോൾ അതല്ലാണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കർവ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് വരയ്ക്കുമ്പോഴേക്കും ആ ഒരു ഇതിലോട്ട് കിട്ടത്തില്ല. അപ്പോൾ 2-3 ടൈംസ് വരച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കണം, ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരയ്ക്കണം. അപ്പോൾ ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിളും വരയ്ക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യലി ഇത് രണ്ടിൻ്റെയും ഗ്യാപ്പ് കൂടുതലായിരിക്കും. ആസ് ആൻഡ് വെൻ ഈ രണ്ട് കർവും റൈസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ദെൻ എം സി കർവ് വരയ്ക്കുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് കർവിൻ്റെയും മിനിമം പോയിന്റ്സിലൂടെ വേണം കട്ട് ചെയ്ത് പോകാനായിട്ട്. എ ബി സിയുടെയും മിനിമം പോയിന്റിൽ കട്ട് ചെയ്യണം, അതേപോലെ തന്നെ എ സി കർവിൻ്റെയും ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലൂടെയാണ് എം സി കർവ് കട്ട് ചെയ്ത് പോകുന്നത്. ദെൻ എ എഫ് സി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ വരച്ച പോലെ എന്നതാണ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് ആൻഡ് ഇറ്റ് വിൽ നെവർ ടച്ച് ദി വൈ എക്സ് ആക്സിസ്. അതായത് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബിക്കം ക്ലോസർ ആൻഡ് ക്ലോസർ ടു എക്സ് ആക്സിസ് ബട്ട് ഇറ്റ് വിൽ നെവർ ടച്ചസ് ദി എക്സ് ആക്സിസ്. ഇതാണ് മൂന്ന് കോസ്റ്റ് കർവും ഉള്ളത്. ഓക്കെ, എം സി കർവ്, എ സി കർവ്, എ ബി സി കർവ് ആൻഡ് എ എഫ് സി കർവ്. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്സ്. അപ്പോൾ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ലോങ് എസ് സി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലനേഷൻ്റെ കൂടെ തന്നെ ഗ്രാഫും വരയ്ക്കുക, ഡയഗ്രാമും പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, the next one is long run cost. Long run cost. അപ്പോൾ long run cost എന്ന് പറഞ്ഞാൽ എന്താണ്? The cost incurred for all inputs in the long run ലാണ് ലോങ് റണ്ണിനെയാണ് ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ലോങ് റണ്ണിൽ ഇൻകർ ചെയ്യുന്ന എല്ലാ കോസ്റ്റിനെയാണ് നമ്മൾ ഓൾ ടുഗദർ ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് റണ്ണിന്റെ പ്രത്യേകത എന്താ? ലോങ് റണ്ണിൽ എല്ലാ വേരിയബിൾസും അല്ലെങ്കിൽ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആണ് അല്ലേ? നമ്മൾ ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻപുട്സും നമ്മൾ ലോങ് റണ്ണിൽ വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് വി ഹാവ് ഇനഫ് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗുഡ്സും വേരിയബിൾ ആണ്, ഒന്നും ഫിക്സഡ് ആയിട്ട് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ എന്താണ് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല. നമുക്കെല്ലാം ഇവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ദർ ഇസ് നോ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളൊരു ഡിഫറൻഷ്യൻ ഇല്ലാണ്ട് എല്ലാം എന്താ പറയുക വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു കർവ് നമുക്ക് ലോങ് റണ്ണിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റും ഉണ്ട്, ലോങ് റൺ മാർജിനൽ കോസ്റ്റും ഉണ്ട്. അപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആസ് യൂഷ്വൽ ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യണത്. ആൻഡ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ. ഇതാണ് രണ്ട് കോസ്റ്റ്, ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും. ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റും. ഈ രണ്ട് കേർവ്സ് മാത്രമേ ലോങ് റണ്ണിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതല്ലാണ്ട് നമുക്ക് എന്താ പറയുക ഫിക്സഡ് കോസ്റ്റോ വേരിയബിൾ കോസ്റ്റോ അങ്ങനെ ഇല്ല, ഒറ്റ കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല, വേരിയബിൾ കോസ്റ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ടി സി കർവും എം സി കർവും മാത്രം മതി. ലോങ് റൺ അനാലിസിസ് അല്ലെങ്കിൽ ലോങ് റൺ കോസ്റ്റ് കർവ്സ് വരയ്ക്കാന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ലോങ് റൺ കോസ്റ്റ് കർവിൽ ആകെ രണ്ട് കർവ് മാത്രമേ വരയ്ക്കേണ്ടതുള്ളൂ, അതായത് ടി സി കർവും എം സി കർവ്. ഷോർട്ട് റണ്ണിൽ എന്തൊക്കെ കർവ് നമ്മൾ വരയ്ക്കുന്നത്? ഷോർട്ട് റണ്ണിൽ നമ്മൾ ടി സി കർവ്, എം സി കർവ് വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ടി എഫ് സി വരയ്ക്കണം, ടി വി സി വരയ്ക്കണം, അതേപോലെ തന്നെ എന്താ പറയുക എ വി സി വരയ്ക്കണം, എ എഫ് സി വരയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി എന്താണ് ടോട്ടൽ കോസ്റ്റും ലോങ് റൺ ടോട്ടൽ കോസ്റ്റും അതേപോലെ തന്നെ ലോങ് റൺ മാർജിനൽ കോസ്റ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ആവറേജ് കോസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പം ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റും. അതല്ലാണ്ട് ലോങ് റൺ വേരിയബിൾ കോസ്റ്റോ ലോങ് റൺ ഫിക്സഡ് കോസ്റ്റോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമ്മുടെ ഗ്രാഫ് നോക്കുവാണെങ്കിൽ എന്താണ് ഇതിനകത്ത് ഈ ഒരു രണ്ട് കർവ് മാത്രമേ വരുള്ളൂ. അതിനു മുമ്പ് നമുക്ക് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്, സ്റ്റേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോങ് റൺ ആവറേജ് കോസ്റ്റും അതേപോലെ തന്നെ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്
എന്താണ് സെയിം ആസ് ദാറ്റ് ഓഫ് ഷോർട്ട് റൺ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു കേർവ് ഇല്ല, വേരിയബിൾ കോസ്റ്റ് ഇല്ല എന്നേ ഉള്ളൂ. അതല്ലാണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ യു ഷേപ്പ് തന്നെയാണ്, സിമിലർ ടു ഷോർട്ട് റൺ കോസ്റ്റ് ആണ്. പക്ഷെ ഒരു ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൺ കോസ്റ്റ് കർവ് കുറച്ചും കൂടി ഫ്ലാറ്റർ ആണ്. ഷോർട്ട് റണ്ണിൽ നമ്മൾ കണ്ടില്ലേ എക്സാക്ട്ലി ഒരു യു ഷേപ്പ് പോലെയാണ്, പക്ഷെ ലോങ് റൺ കേർവിനകത്ത് എന്താണ് കുറച്ചും കൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള കേർവ്സ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഫ്ലാറ്റർ കേർവ്സ് ആണ് ലോങ് റൺ കോസ്റ്റ് കേർവ്സിനകത്ത് നമ്മൾ വരയ്ക്കുന്നത്. ദ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് ഷോർട്ട് റൺ കേർവ്സ് തന്നെയാണ്. എ സി ആൻഡ് എം സിയുടെ റിലേഷൻഷിപ്പ്, അതായത് എ സിയും എം സിയും എന്താണ് ഇനീഷ്യലി ഫോളോയിങ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോഴേക്കും എം സി കർവ് എ സി കർവിനെ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യണ പോയിന്റിൽ എന്താണ് എ സി കർവിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ഇന്റർസെക്ഷൻ എന്ത് സംഭവിക്കും, എം സി കർവ് മേലെയും എ സി കർവ് താഴെയായിരിക്കും. ഇന്റർസെക്ഷന് മുമ്പ് എന്തായിരിക്കും, എ സി കർവ് മേലെയും എം സി കർവ് താഴെയുമായിട്ടായിരിക്കും. ഓക്കെ, എ സി ഈസ് ഗ്രേറ്റർ ദാൻ എം സി ആണ് ബിഫോർ ഇന്റർസെക്ഷൻ. അതായത് ഇക്വാലിറ്റിക്ക് മുമ്പ് എ സി ഈസ് ഗ്രേറ്റർ ദാൻ എം സി ആണ്. ആഫ്റ്റർ ഇക്വാലിറ്റി എ സി ഈക്വൽ ടു എം സി കഴിഞ്ഞതിന് ശേഷം വാട്ട് ഹാപ്പൻസ്, എം സി ഈസ് ഗ്രേറ്റർ ദാൻ എ സി ആണ്. ഇതാണ് റിലേഷൻഷിപ്പ്. സെയിം ആസ് ഷോർട്ട് റൺ തന്നെയാണ്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളൊരു എൽ ചേർക്കണമെന്നേ ഉള്ളൂ. ലോങ് റണ്ണിന്റെ എൽ ചേർക്കണമെന്നേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ഓക്കെ, ആൻഡ് പിന്നെ കേർവ്സ് ഓൾ ടുഗദർ വരയ്ക്കുമ്പോഴേക്കും നമ്മളിവിടെ ഫിക്സഡ് കോസ്റ്റ് കർവും വേരിയബിൾ കോസ്റ്റ് കർവും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് മാത്രമേ വ്യത്യാസമുള്ളൂ ഷോർട്ട് റൺ ആൻഡ് ലോങ് റണ്ണിന്റെ. നമ്മളിപ്പോൾ ഒരു ടേബിൾ നോക്കുവാണെങ്കിൽ, ഡയഗ്രാം നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് കേർവാണുള്ളത്, എൽ ആർ എം സിയും അതേപോലെ തന്നെ എൽ ആർ എ സിയും. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റിൽ എം സി ഈക്വൽ ടു എ സി ആവുകയാണ്. മിനിമം എഫിഷ്യൻറ്റ് സ്കെയിലാണ് എൽ ആർ എ സി, അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഏറ്റവും മിനിമം ആവുന്ന പോയിന്റിലാണ് എം സി കർവ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ബിയോണ്ട് ദിസ് പോയിന്റ് എന്താണ്, ഡിസിക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ്. അതായത് എൽ ആർ എ സി ഇൻക്രീസിങ് ആണ്, അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ബിയോണ്ട് ദിസ് ഇക്വാലിറ്റി. ബിലോ ദിസ് പോയിന്റ്, ഈ ഇക്വാലിറ്റിക്ക് മുമ്പ് എന്താണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോഴേക്കും ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ് എന്താണ് എൻജോയ് ചെയ്യുന്നത്. അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ് നമുക്ക്. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്രീസിങ് റിട്ടേൺ ആണ് ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിന് മുമ്പ് വരെ എന്താണ് നമുക്ക് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ്, ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. ഈ ഒരു പോയിന്റിന് ശേഷം എന്ത് സംഭവിക്കും, ഡിസിക്കോണമീസ് അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അറ്റ് ദിസ് പോയിന്റ് എന്താണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ഓഫ് സ്കെയിൽ, CRS, ഇതാണ് ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ഓഫ് സ്കെയിൽ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കുക. ആൻഡ് ആസ് യൂഷ്വൽ എപ്പോഴും പറയണത് പോലെ തന്നെ ഗ്രാഫ് വരച്ച് തന്നെ നോക്കുക. ഓക്കെ, കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അല്ലെങ്കിൽ എനി ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, താങ്ക് യു.